അയർലൻഡിലെ ഏറ്റവും മഹാനായ കവികളിൽ ഒരാളായ W.B. യേറ്റ്സ് എഴുതിയ ഒരു കവിതയാണ് ദ വൈൽഡ് സ്വാൻസ് അറ്റ് കൂൾ. 1919 ഇത് ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. യേറ്റ്സ് പലപ്പോഴും സന്ദർശിച്ചിരുന്ന അയർലൻഡിലെ ശാന്തവും മനോഹരവുമായ ഒരു സ്ഥലമായിരുന്നു കൂൾ പാർക്ക്. അതിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഈ പോയം എഴുതിയിട്ടുള്ളത്. ഓട്ടം സീസണെ കുറിച്ചും അവിടെ സന്ദർശിക്കുമ്പോൾ അദ്ദേഹം കാണുന്ന കാഴ്ചകളെ പറ്റിയും അവിടെയുള്ള സ്വാൻസിനെ കാണുമ്പോൾ 51 സ്വാൻസ് ഉണ്ട്, ഹംസങ്ങളുണ്ട്. അവയെ കാണുമ്പോൾ അദ്ദേഹത്തിന് അനുഭവപ്പെടുന്ന വികാരങ്ങളും അദ്ദേഹത്തിന്റെ ഇമോഷൻസും ഒക്കെയാണ് ഇതിൽ പറഞ്ഞു വെക്കുന്നത്. കൂടാതെ അദ്ദേഹത്തിന്റെ ജീവിതത്തെയും അദ്ദേഹം ഇതിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നു. The trees are in their autumn beauty, the woodland paths are dry. Under the October twilight, the water mirrors a still sky. Upon the brimming water among the stones are 950 swans. ഈ സ്റ്റാൻസയിലുള്ള 2-3 വേർഡ്സിന്റെ മീനിങ് ആദ്യം നോക്കാം. ഓട്ടം എന്ന് പറഞ്ഞാൽ ശരത്കാലമാണ്, ഇല പൊഴിയുന്ന സീസൺ ആണ്. ഈ സമയത്ത് മരങ്ങളിലെ ഇലകളിൽ ചേഞ്ചസ് ഉണ്ടാകും, കളർ മാറും. പച്ച ഇലകൾ ചുവപ്പ്, മഞ്ഞ, ഓറഞ്ച് എന്നീ കളറിലേക്ക് ചേഞ്ച് ആവും. ട്വിലൈറ്റ് എന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം രാത്രി തുടങ്ങുന്നതിന് മുമ്പുള്ള ആ ഒരു ഓറഞ്ച് കളറിലുള്ള ഈവനിങ് ടൈം ആണ്. സായാഹ്നം എന്ന് മലയാളത്തിൽ പറയാം. ബ്രിമ്മിങ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഓവർഫ്ലോ ചെയ്യുന്ന വാട്ടർ എന്നാണ്, നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന വാട്ടർ. ഇനി നമുക്ക് ഈ സ്റ്റാൻസയുടെ മീനിങ്ങിലേക്ക് പോകാം. W.B. യേറ്റ്സ് ഓട്ടം സീസണിൽ കൂൾ പാർക്ക് സന്ദർശിക്കുന്നു. അവിടെയുള്ള മരങ്ങൾ മനോഹരമായ ശരത്കാല ഇലകളാൽ മൂടപ്പെട്ടിരിക്കുന്നു. അതായത് അവിടെയുള്ള മരങ്ങളുടെ ഒക്കെ ഇലകളിലെ കളേഴ്സ് ഒക്കെ മാറിയിട്ടുണ്ട്, ചേഞ്ച് ആയിട്ടുണ്ട്. അവിടുത്തെ വുഡ്ലാൻഡ് പാത്സ്, വനത്തിലെ പാതകളൊക്കെ വരണ്ടു പോയിരിക്കുന്നു. തടാകത്തിലെ വെള്ളം നിശ്ചലവും കണ്ണാടി പോലെ തിളങ്ങുന്നതുമാണ്. ആ വെള്ളത്തില്, ആ തടാകത്തിലേക്ക് നോക്കുമ്പോൾ 51 വെളുത്ത ഹംസങ്ങൾ കല്ലുകൾക്കിടയിൽ മനോഹരമായി നീന്തുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ആ രംഗം വളരെ ശാന്തത നിറഞ്ഞതാണ്, വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു രംഗമാണ്. The 19th autumn has come upon me since I first made my count. I saw before I had well finished, all suddenly mount, and scatter wheeling in great broken rings upon their clamorous wings. സെക്കൻഡ് സ്റ്റാൻസയിലെ വേർഡ് മീനിങ്സ് നോക്കാം. മൗണ്ട് എന്ന് പറഞ്ഞാൽ ടു റൈസ് അപ്പ് ഓർ ഗോ അപ്വേർഡ്, മുകളിലേക്ക് ഉയർന്നു പോകുന്നതിനെയാണ്, എയറിലേക്ക് ഉയർന്ന് പറന്നു പോകുന്നതിനാണ്. ഇവിടെ സ്വാൻസ് പറക്കുന്നതിനെയാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത വേർഡ് ബ്രോക്കൺ റിങ്സ്. ഇങ്ങനെ പറന്നു പോകുമ്പോൾ സ്വാൻസ് സർക്കിൾ ഷേപ്പിലായിരിക്കും, വൃത്താകൃതിയിലായിരിക്കും പറക്കുന്നത്. പക്ഷെ അതൊരു ബ്രോക്കൺ റിങ് ആണ്, കണ്ടിന്യൂഷൻ ഉണ്ടാവില്ല, കൃത്യമായ ഒരു വൃത്താകൃതി ഉണ്ടാകില്ല. ഒരു ബ്രോക്കൺ റിങ് പോലെ അത്ര ഷേപ്പ് അല്ലാത്തൊരു സർക്കിൾ ആയിരിക്കും. നെക്സ്റ്റ് വൺ ക്ലാമറസ് വിങ്സ് എന്നുള്ളതാണ്. ക്ലാമറസ് എന്നുള്ള വേർഡിന്റെ മീനിങ് നോയ്സി ഓർ ലൗഡ് എന്നാണ്. വലിയ ശബ്ദം, വലിയ ശബ്ദത്തിൽ അവര് ചിറകടിച്ചു പറന്നു. നമുക്ക് ഇനി ഈ ലൈൻസിന്റെ മീനിങ് നോക്കാം. 19 വർഷങ്ങൾക്ക് മുമ്പാണ് പോയറ്റ് ആദ്യമായിട്ട് കൂൾ പാർക്കിൽ എത്തുന്നത്. ആ 19 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ വന്ന് ആദ്യമായി അവിടെയുള്ള സ്വാൻസിനെ കണ്ട കാര്യം ആൾ ഓർക്കുകയാണ്. അന്ന് അവയെ എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവ വായുവിലേക്ക് പറന്നുയർന്നു. തടാകത്തിന് മുകളിലൂടെ അതിങ്ങനെ വൃത്താകൃതിയിൽ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, ബ്രോക്കൺ റിങ്ങിന്റെ ഷേപ്പിൽ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുമ്പോൾ അവയുടെ ചിറകുകൾ ഉച്ചത്തിൽ മനോഹരമായ ഒരു ശബ്ദം പുറപ്പെടുവിച്ചു. അവയുടെ ശക്തമായ ചിറകുകളും അവ എത്ര സ്വതന്ത്രമായി പറക്കുന്നുവെന്നും കവി ഓർത്തെടുക്കുകയാണ്. അദ്ദേഹം 19 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായി ഈ പാർക്കിലേക്ക് വന്ന കാര്യം ഓർത്തെടുക്കുകയാണ്. അന്ന് കണ്ട ഹംസങ്ങളെ കുറിച്ചും അന്ന് അദ്ദേഹം അനുഭവിച്ച ആ ഒരു അനുഭൂതിയുമാണ് ഈ വരികളിലൂടെ പറയുന്നത്. I have looked upon those brilliant creatures, and now my heart is sore. All's changed since I hearing at twilight. The first time on this shore, the bell beat of their wings above my head, trod with a lighter tread. ഈ സ്റ്റാൻസയിലെ വേർഡ്സിന്റെ മീനിങ് നോക്കാം. സോർ എന്ന് പറഞ്ഞാൽ പെയിൻഫുൾ ഓർ സാഡ് ഇൻസൈഡ് എന്നാണ്, വേദനിക്കുന്ന മനസ്സ് അല്ലെങ്കിൽ വേദന അനുഭവപ്പെടുക, അതാണ്. ഷോർ എന്ന് പറഞ്ഞാൽ തീരമാണ്. ദ എഡ്ജ് ഓഫ് എ ലേക്ക്, ലേക്കിന്റെയോ റിവറിന്റെയോ തീരത്തെയാണ് ഷോർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വേർഡ് ബെൽ ബീറ്റ്. ബെൽ ബീറ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും
സൗണ്ട്സ് റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുന്നതിനെയാണ്. ഇവിടെ സ്വാൻസിന്റെ ചിറകടി ശബ്ദത്തെയാണ് ബെൽ ബീറ്റ് എന്ന സൗണ്ട് കൊണ്ട് പറഞ്ഞിരിക്കുന്നത്. ട്രോഡും ട്രെഡും ഈ രണ്ട് വാക്കുകളും വാക്കിംഗ് ഓർ സ്റ്റെപ്പിങ്ങിനെയാണ് പറയുന്നത്. നടക്കുക അല്ലെങ്കിൽ ചുവട് വെക്കുക, ഈ രണ്ട് മീനിങ്ങിലാണ് ഈ വാക്കുകൾ വരുന്നത്. ട്രെഡ് നൗണും ട്രോഡ് വെർബുമാണ്. ഇനി നമുക്ക് സ്റ്റാൻസയുടെ മീനിങ് നോക്കാം. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഹംസങ്ങളെ കാണുമ്പോൾ അദ്ദേഹത്തിന് സങ്കടം തോന്നുന്നു. അയാളുടെ ജീവിതത്തിലെ എല്ലാം മാറി, വളർന്ന് ക്ഷീണിതനായതായി തോന്നുന്നു. കുറെ നാളായി, ഒത്തിരി പ്രായമായതുപോലെയൊക്കെ തോന്നുന്നു. ചെറുപ്പവും ഊർജ്ജസ്വലതയും ഒക്കെ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തെ കുറിച്ച്, 19 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരനായിരുന്ന, വളരെ എനർജറ്റിക് ആയിരുന്ന ആ കാലഘട്ടത്തെ കുറിച്ച് ഓർക്കുകയാണ്. അന്ന് വളരെ ലാഘവത്തോടെയും സന്തോഷത്തോടെയുമായിരുന്നു അദ്ദേഹം നടന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ഒട്ടും മാറാത്ത അതേ ഹംസങ്ങളെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിന് ഭാരമായി തോന്നുന്നു. ഹംസങ്ങൾക്ക് ഇപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ല. കവിക്ക് മാത്രമാണ് ചേഞ്ചസ് വന്നിട്ടുള്ളത്. കവിക്ക് അന്നത്തെ ചെറുപ്പവും അദ്ദേഹത്തിന്റെ യുവത്വവും ഒക്കെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. Unwearied still, lover by lover, they paddle in the cold, companionable streams or climb the air. Their hearts have not grown old. Passion or conquest wander where they will, attend upon them still. ഈ സ്റ്റാൻസയിലെ വേർഡ് മീനിങ്സ് നോക്കാം. അൺവേറിഡ് എന്ന് പറഞ്ഞാൽ നോട്ട് ടയേർഡ്, ഫുൾ ഓഫ് എനർജി, ക്ഷീണമൊന്നും ഇല്ലാതെ ഫുൾ ഓഫ് എനർജി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. പാഡിൽ, പാഡിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ടു മൂവ് ത്രൂ ദ വാട്ടർ യൂസിങ് ദെയർ ഫീറ്റ്സ് ഓർ വിങ്സ്. ഈ വെള്ളത്തിലൂടെ ഹംസങ്ങൾ നീന്തി പോകാൻ വേണ്ടിയിട്ട് അവയുടെ ചിറകോ കാലുകളോ ഒക്കെ യൂസ് ചെയ്യും, തുഴഞ്ഞു പോവുക. അതിനാണ് പാഡിൽ എന്ന വേർഡ് യൂസ് ചെയ്തിരിക്കുന്നത്. കമ്പാനിയബിൾ എന്ന് വെച്ചാൽ ഫ്രണ്ട്ലി ഓർ എൻജോയിങ് കമ്പനി, വളരെ ഫ്രണ്ട്ലി ആയിട്ട് മറ്റൊരു കമ്പനി കൂടി ഇഷ്ടപ്പെടുന്ന, അതിനെയാണ് കമ്പാനിയബിൾ എന്നുള്ള വേർഡ് യൂസ് ചെയ്തിരിക്കുന്നത്. കോൺക്വസ്റ്റ് എന്ന വേർഡിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ വിജയിക്കുക, നേടുക, അച്ചീവ് ചെയ്യുക എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. നെക്സ്റ്റ് വേർഡ് വാണ്ടർ ആണ്. വാണ്ടർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ശരിക്കും അലഞ്ഞു തിരിഞ്ഞ് നടക്കുക, അതായത് പ്രത്യേകിച്ച് ഒരു ലക്ഷ്യബോധമൊന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട്, ഒരു ഫിക്സഡ് പാത്ത് ഒന്നും ഇല്ലാതെ വളരെ സ്വതന്ത്രമായിട്ട് ഇങ്ങനെ സഞ്ചരിക്കുന്നതിനെയാണ് വാണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇനി ഈ സ്റ്റാൻസയുടെ മീനിങ് നോക്കാം. സ്വാൻസിന് ഇപ്പോഴും ചെറുപ്പവുമാണ്. അവ വളരെയധികം സ്നേഹം നിറഞ്ഞതായൊക്കെ കാണപ്പെടുന്നു. അവയ്ക്ക് യാതൊരു ചേഞ്ചും വന്നിട്ടില്ല. അവർക്ക് ഇപ്പോഴും ലവേഴ്സ് ഉണ്ട്, പെയറായിട്ട് തന്നെ കാണപ്പെടുന്നുണ്ട്, അവ ഒരുമിച്ച് നീങ്ങുന്നുണ്ട്, പരസ്പരം കരുതലും സൗഹൃദവും ഒക്കെ ഉണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ഒരാളോടൊപ്പം, ഒരു സ്വാനിനോടൊപ്പം മറ്റൊരു സ്വാനും സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ അവയുടെ കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ തുടരുന്നു. അന്ന് കണ്ടത് എങ്ങനെയാണോ, 19 വർഷങ്ങൾക്ക് മുമ്പ് WB8 ആദ്യമായി ഈ സ്വാൻസിനെ കണ്ടത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അവരുടെ ഇപ്പോഴത്തെയും സിറ്റുവേഷൻ. അവർക്ക് ലവേഴ്സ് ഉണ്ട്, ആ വെള്ളത്തിൽ അവർ അന്നത്തെ പോലെ എനർജറ്റിക് ആയിട്ട് തന്നെയാണ് പാഡൽ ചെയ്തു പോകുന്നത്. കൂടാതെ ഫ്രണ്ട്ഷിപ്പും സ്നേഹവും എല്ലാം അതുപോലെ തന്നെയുണ്ട്. ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവയുടെ ഹാർട്ട് എന്ന് പറയുന്നത് വളരെ ശക്തമാണ്. അതിനിപ്പോഴും പ്രായമായിട്ടില്ല, നോട്ട് ഗ്രോൺ ഓൾഡ്. ഇപ്പോഴും അവർക്ക് അച്ചീവ് ചെയ്യാനുള്ള പാഷൻ ഓർ കോൺക്വസ്റ്റ് അതുപോലെ തന്നെയുണ്ട്. അത് വളരെ ഫ്രീ ആയിട്ട് ഒരു ഫിക്സഡ് പാത്തിലൊന്നും അല്ലാതെ ഇങ്ങനെ മൂവ് ചെയ്യുന്നു. ഇതൊക്കെ കാണുമ്പോൾ കവിക്ക് ശരിക്കും അത്ഭുതമാണ് തോന്നുന്നത്. 19 വർഷമായിട്ട് പോലും ഈ സ്വാൻസിനൊന്നും യാതൊരു ചേഞ്ചും വന്നിട്ടില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നു. But now they drift on the still water, mysterious, beautiful. Among what rushes will they build? By what lake's edge or pool? Delight men's eyes when I awake someday, to find they have flown away. വേർഡ് മീനിങ്സ് നോക്കാം. ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ വെള്ളത്തോടൊപ്പം ഇങ്ങനെ ഒഴുകി പോവുക, വളരെ സ്ലോ ആയിട്ട്, കൺട്രോൾ ഒന്നും ഇല്ലാതെ വെള്ളം എങ്ങോട്ടാണോ കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ വിൻഡ് എങ്ങോട്ടാണോ കൊണ്ടുപോകുന്നത് അങ്ങോട്ടേക്ക് ഒഴുകുക, അതിനെയാണ് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. മിസ്റ്റീരിയസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, വളരെ നിഗൂഢമായത്, ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്തത്. നെക്സ്റ്റ് വേർഡ് റഷസ് ആണ്. റഷസ് എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ടോൾ തിൻ പ്ലാന്റ്സ് ദാറ്റ് ഗ്രോ നിയർ വാട്ടർ, വെള്ളത്തിനടുത്ത് വളരുന്ന വളരെ ഉയരം കൂടിയ കനം കുറഞ്ഞ ചെടിയെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വേർഡ് ഡിലൈറ്റ് ആണ്. ഡിലൈറ്റ് എന്ന് പറഞ്ഞാൽ സന്തോഷം, പ്ലഷർ ഓർ ഹാപ്പിനെസ് ആണ്. അനദർ വേർഡ് അവേക്ക്. അവേക്ക് മീൻസ് വേക്ക് അപ്പ് ഫ്രം സ്ലീപ്പ്, ഉറക്കത്തിൽ നിന്ന് ഉണരുക.
ഓക്കെ, ഈ സ്റ്റാൻസയുടെ മീനിങ് നോക്കാം. അവസാനം തടാകത്തില് അവ ശാന്തമായി വിശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം അതിനെ നിരീക്ഷിക്കുന്നു. വളരെ മനോഹരമായി, ബ്യൂട്ടിഫുൾ ആയി, മിസ്റ്റീരിയസ് ആയിട്ട്, നിഗൂഢമായിട്ട് അത് കാണപ്പെടുന്നുണ്ട്. അടുത്തതായിട്ട് ഈ സ്വാൻസ് എങ്ങോട്ടേക്ക് പോകുമെന്ന് അദ്ദേഹം അത്ഭുതപ്പെടുന്നു. ഏത് തടാകത്തിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്കോ അത് പറന്നു പോകും. ഒരു ദിവസം ആളും ഉണർന്ന് ഹംസങ്ങൾ പോയതായി കാണുകയും പിന്നെ അതിനെ ഒറ്റയ്ക്ക് വിടുകയും ചെയ്യുമോ എന്ന് ആൾക്ക് ആശങ്കയുണ്ട്. അതായത് ഈ കൂൾ പാർക്കിൽ നിന്ന് മാറി അവര് സ്വതന്ത്രമായി സഞ്ചരിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് അദ്ദേഹത്തെ ഉപേക്ഷിച്ച് പോകുമോ എന്നൊരു സംശയം, ഒരു ആശങ്ക അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. ഇത് കാലത്തിനനുസരിച്ച് ജീവിതത്തിലെല്ലാം എങ്ങനെ മാറുന്നു എന്ന് ചിന്തിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഓരോ വർഷം കഴിയും തോറും എന്തൊക്കെ മാറ്റങ്ങളാണ് ജീവിതത്തിലേക്ക് വരുന്നത് എന്ന ചിന്തയിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ടുപോകാൻ ഇത് സഹായിക്കുന്നുണ്ട്. സോ ഈ പോയത്തിൽ പറയുന്നത് കാലം ആളുകൾക്ക് എങ്ങനെയുള്ള ചേഞ്ചസ് ആണ് വരുന്നത്, എങ്ങനെയാണ് മാറ്റം വരുന്നത്. മനുഷ്യർക്ക് എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായാലും പ്രകൃതിയുടെ സൗന്ദര്യം അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നാണ് കവി ഇതിലൂടെ പറയുന്നത്. സ്വാൻസ് കവിയുടെ ചെറുപ്പകാലത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വാർദ്ധക്യത്തിലേക്ക് എത്തിയപ്പോൾ കവിക്ക് സങ്കടം തോന്നുന്നെങ്കിലും പ്രകൃതിയുടെ നിത്യസൗന്ദര്യത്തോട് ആൾക്ക് വളരെയധികം ആരാധനയാണ് തോന്നുന്നത്. പ്രകൃതിക്ക് യാതൊരു ചേഞ്ചും ഇല്ല, പ്രകൃതിയിലുള്ള സ്വാൻസിനും മാറ്റമൊന്നുമില്ല. ആകെ മനുഷ്യനായ തനിക്ക് മാത്രമാണ് മാറ്റം വന്നിട്ടുള്ളത് എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നിടത്ത് പോയം അവസാനിക്കുന്നു.